കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം പറന്നുയർന്നു. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാനും മട്ടന്നൂർ നഗരസഭാ ചെയർമാനുമായ എൻ ഷാജിത്ത, കിയാൽ എംഡി സി ദിനേശ് കുമാർ എന്നിവർ ചേർന്ന് ആദ്യ വിമാനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. 170 ഹജ്ജ് തീർത്ഥാടകരാണ് ഞായറാഴ്ച പുലർച്ചെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട ആദ്യ വിമാനത്തിലുണ്ടായിരുന്നത്. ഇതിൽ 82 സ്ത്രീകളും 88 പുരുഷന്മാരുമാണുള്ളത്. ഇത്തവണ എയർ ഇന്ത്യ എക്സ്പ്രസാണ് ഹജ്ജ് തീർത്ഥാടകരുമായി കണ്ണൂരിൽ നിന്ന് പറന്നുയർന്നത്. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നിന്നുള്ളവരാണ് സംഘത്തിലുള്ളത്. ഹജ്ജ് ഓർഗനൈസിംഗ് കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ കൂടിയായ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത്, കിയാൽ എംഡി സി ദിനേശ് കുമാർ എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. ആദ്യ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന തീർത്ഥാടകർ ശനിയാഴ്ച രാവിലെ തന്നെ വിമാനത്താവളത്തിലെത്തിയിരുന്നു. വിമാനം പുറപ്പെടുന്നതിന് 12 മുതൽ 18 മണിക്കൂറിന് മുൻപ് തീർത്ഥാടകർ ഹജ്ജ് ക്യാമ്പിൽ എത്തണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഘം നേരത്തെ എത്തിയത്. ബാഗേജ് പരിശോധനയ്ക്ക് ശേഷം ഹാജിമാരെ പ്രത്യേക വാഹനത്തിലാണ് വളണ്ടിയർമാർ കാർഗോ കോംപ്ലക്സിൽ സജ്ജമാക്കിയ ഹജ്ജ് ക്യാമ്പിലെത്തിച്ചത്. ഇവിടെയാണ് ഹാജിമാർക്ക് രജിസ്ട്രേഷൻ, വിശ്രമം, നിസ്കാരം, ഭക്ഷണം എന്നിവയ്ക്കുള്ള സൗകര്യമൊരുക്കിയത്. മുൻ MLA MV ജയരാജൻ, പി പുരുഷോത്തമൻ, ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ PP മുഹമ്മദ് റാഫി, OV ജാഫർ, ഷംസുദ്ദീൻ അരിഞ്ചിറ, ഹജ്ജ് സെൽ ഓഫീസർ S നജീബ്, ഹജ്ജ് ക്യാമ്പ് നോഡൽ ഓഫീസർ MCK അബ്ദുൽ ഗഫൂർ എന്നിവരും ആദ്യ ഹജ്ജ് സംഘത്തെ യാത്രയാക്കാൻ വിമാനത്താവളത്തിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.